ഇംഗ്ലണ്ടിന്റെ ഡോർസെറ്റ് മേഖലയിലുള്ള നാടൻ സൗന്ദര്യമുള്ള പ്രദേശമാണ് ജുറാസിക് കോസ്റ്റ്. അതായത് ഭൂമിയുടെ ചരിത്രം പറഞ്ഞു തരുന്ന അതിമനോഹരമായ ഒരു തീരപ്രദേശമാണ്. ഒരു ഹോളിവുഡ് ചിത്രത്തിന് അനുയോജ്യമായ സ്ഥലമാണ് ലിൽവർത്ത് കേവ്. ബീച്ചിലും ഫോട്ടോഷൂട്ടിനും വൈഡ് ആംഗിൾ ഡ്രോണിനും ഇതൊരു മികച്ച ലൊക്കേഷനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ബോട്ടിംഗ് ആൻഡ് ക്രൂസ്. നിങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ബോട്ടിങ്ങിനുള്ള പാസ് എടുക്കാവുന്നതാണ്. കോസ്റ്റിന്റെ അതിമനോഹരമായ ദൃശ്യാനുഭൂതികൾ നിങ്ങൾക്ക് ഈ ബോട്ടിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. കുട്ടികളുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഒരു 12 മണിക്ക് ശേഷമാണ് ജുറാസിക് കേവിൽ ചെന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മിസ്സായ കാര്യം എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ചെയ്തപ്പോൾ ആ കേവിന്റെ നടുക്കൂട്ടുള്ള വേ കൂടെ ഞങ്ങൾക്ക് പാസ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം നിങ്ങൾ വീഡിയോ നോക്കിയാൽ കാണാൻ സാധിക്കും, നിറയെ ആളുകളോട് സ്വിം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഏർലി മോർണിംഗ് ആണെങ്കിൽ ഡഡ്ലോളിന്റെ ഭാഗത്ത് അധികം ആളുകൾ ഉണ്ടാവത്തില്ല. നിങ്ങളെ കേവിന്റെ നടുക്കൂടെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതിരിക്കട്ടെ. ഈ ലിൽവർത്ത് കേവിന്റെ അവിടെ നിന്ന് 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഡഡ്ലോളിന്റെ അടുത്തോട്ട്. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് വാക്ക് ചെയ്തിട്ടാലും നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾ ലിൽവർത്ത് കേവിലാണ് ആദ്യം വരുന്നതെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുത്തെ പാർക്കിംഗ് ടിക്കറ്റ് നമുക്ക് ഡഡ്ലോളിൽ ഉപയോഗിക്കുന്നതാണ്. ഈ രണ്ടിടത്തും പേ ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നടന്ന് ആ കുന്നും ചെരുവുകളൊക്കെ താണ്ടി നിങ്ങൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഡഡ്ലോറിന്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇറങ്ങുന്നത് റൈറ്റ് സൈഡിലെ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങുന്നതാണ് ഡഡ്ലോറിന്റെ ഭാഗത്തോട്ട് ഇല്ലെന്ന്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് വഴി നിങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡഡ്ലോറിനേക്കാളും മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഡഡ്ലോറിന്റെ ഭാഗത്താണ് തീരത്ത് ഇറങ്ങുന്നതെങ്കിൽ അവിടെ കുറച്ച് ആഴമുണ്ട്. അധികം നീന്തൽ അറിയാത്ത ആളുകളാണ് അവിടെ ഇറങ്ങുന്നതെങ്കിൽ തിരമാല ഉള്ളതുകൊണ്ട് പിന്നെ ആഴമുള്ളതുകൊണ്ടും ചെറിയൊരു പേടി മനസ്സിൽ തോന്നിയേക്കാം. നിങ്ങൾക്ക് നീന്തൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഉള്ളിലോട്ട് പോകാതിരുന്നാൽ മതി. തീരത്തൊക്കെ നിന്ന് തന്നെ കളിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഇവിടെ തീരങ്ങളുടെ ആഴമില്ല. അപ്പോൾ നമുക്ക് അധികം പേടിയില്ലാതെ തന്നെ ഇറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഭാവിയിൽ നന്ദട്ടനൊക്കെ ആയിട്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ ചെയ്ത് വെള്ളത്തിലൊക്കെ ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്ത് ശരിക്കും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡഡ്ലോറിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ തിരിച്ച് മേലോട്ട് കയറി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വീണ്ടും താഴോട്ടിറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെ നല്ല രസമാണ് കാണാനുള്ളത്. എന്നിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്ന് കുറച്ചേരം ഞങ്ങൾ അവിടെ നിന്നൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു. വാവയാണെങ്കിൽ അവിടെ മത്സ്യകന്യയെ പോലെ അവിടെ കിടക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് നേതനാണെങ്കിൽ കുറെ കല്ലൊക്കെ വാരി അവളുടെ ദേഹത്തോട്ട് വാരിയിടുന്നത്. അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിനു മുമ്പിട്ട പല വീഡിയോകൾക്കും ലൈക്കും കമന്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിലും ഫോളോ ചെയ്യുന്ന കാര്യത്തിലും എല്ലാവർക്കും പിശുക്കാണ് കാണിക്കാറുള്ളത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.